ആശാ വർക്കർമാരുടെ സമര നേതാക്കൾ അവരിപ്പോൾ മാധ്യമങ്ങളെ കാണുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതിലേക്ക് നിർദ്ദേശത്തെ ഞങ്ങൾ പൂർണ്ണമായിട്ടും തള്ളിക്കളഞ്ഞിട്ടില്ല. ഞങ്ങൾ പറഞ്ഞു ഇന്ന് കമ്മിറ്റിക്ക് വിടാം. പക്ഷേ രണ്ട് കാര്യങ്ങൾ അതിൽ നിന്ന് മാറ്റും. ഓണറേറിയം വർധനവും അതേപോലെ വിരമിക്കൽ ആനുകൂല്യവും 5 ലക്ഷം രൂപ എന്നതും. ഈ രണ്ട് കാര്യങ്ങൾ ഇപ്പോൾ തീരുമാനിക്കുകയാണെങ്കിൽ ബാക്കിയെല്ലാം കമ്മിറ്റിക്ക് വിടാം. എന്നിട്ട് ഒരു പടി കൂടി ഞങ്ങൾ താന്നുകൊണ്ട് വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് പറയുകയുണ്ടായി, 3000 രൂപ ഒരു താൽക്കാലിക ആവശ്യമെന്ന നിലയ്ക്ക്, ആദ്യഘട്ടം എന്ന നിലയ്ക്ക് 3000 രൂപ നിങ്ങൾ ഇപ്പോൾ പ്രഖ്യാപിക്കൂ. ബാക്കി കാര്യങ്ങൾ വേണമെങ്കിൽ കമ്മിറ്റിക്ക് വിട്ടോളൂ. ബാക്കി തുക കമ്മിറ്റി തീരുമാനിക്കട്ടെ എന്ന് വരെ ഞങ്ങൾ അവസാനം പറഞ്ഞു. പക്ഷേ അപ്പോൾ പോലും ആ ആവശ്യങ്ങളോട് അനുഭാവപൂർണ്ണമായി അംഗീകരിക്കാൻ സർക്കാർ തയ്യാറായില്ല അന്ന്. അതാണ് വിട്ടുവീഴ്ച. സാധാരണഗതിയിൽ ഇത്തരം ചർച്ചകൾക്ക് ഞങ്ങൾ 21,000 വെച്ചാൽ, തൊഴിലാളികളുടെ ഭാഗത്തുനിന്നും അങ്ങനെ ഒരു ആവശ്യം വെച്ചാൽ ഞങ്ങൾക്ക് അത്ര തരാൻ പറ്റില്ല, ഇത്ര തരാം എന്ന് പറയുകയാണ് ചെയ്തത്. പക്ഷെ ഒരിക്കൽ പോലും അങ്ങനെ ഉണ്ടായിട്ടില്ല. മറിച്ച് ഒരു തൊഴിൽ സമരങ്ങളെയും കാണാത്ത വിധം ഞങ്ങൾ അങ്ങോട്ട് വയ്ക്കുകയാണ് ചെയ്തത്. നിങ്ങൾ 3000 തൽക്കാലം അനുവദിക്കൂ, ബാക്കി നമുക്ക് ചർച്ചയ്ക്ക് കമ്മിറ്റിക്ക് വിടാമെന്നുള്ള നിർദ്ദേശം ഞങ്ങളുടെ ഭാഗത്തുനിന്ന് അങ്ങോട്ടുണ്ടാവുക ചെയ്തു. ഇത്രയധികം വിട്ടുവീഴ്ച മറ്റേത് തൊഴിൽ സമരത്തിൽ ഒരു തൊഴിലാളികളുടെ ഭാഗത്തു നിന്നും തൊഴിലാളി സംഘടനയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്ന് പരിശോധിക്കേണ്ടതാണ്. ഏതായാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ കണ്ടിട്ടില്ല. അത്രമാത്രം വിട്ടുവീഴ്ചയിലാണ് ഞങ്ങൾ ഈ സമരവുമായി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ചർച്ചയ്ക്കുള്ള സാധ്യതകൾ ഇനിയും നിൽക്കുകയാണ്. ഞങ്ങൾക്ക് വളരെ ശുഭാപ്തി വിശ്വാസമുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഇന്നലത്തെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് ഇനിയും ഉയർന്ന തലത്തിലുള്ള ഒരു ചർച്ചയിലൂടെ ഈ പ്രശ്നം ഒത്തുതീർപ്പാവും. ഈ സമരം എത്രയും വേഗം ഒത്തുതീർപ്പാക്കാനുള്ള ഒരു പരിശ്രമം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. അങ്ങനെയല്ല, കമ്മിറ്റിയിൽ അവരൊരു കമ്മിറ്റി പ്രപ്പോസൽ ചെയ്തല്ലോ, ആ കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് വരേണ്ടുന്ന വിഷയങ്ങളല്ല ഇത് രണ്ടും. ബാക്കി ആശമാർ അനുഭവിക്കുന്ന നിരവധിയായ ആശമാരുടെ പരിഹരിക്കേണ്ടുന്ന നിരവധിയായ വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങൾ ആ കമ്മിറ്റിയിൽ പരിശോധിച്ച് പരിഹരിക്കാമെന്നാണ്. ഞങ്ങൾ ഇൻസെൻറ്റീവ് അല്ല മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഇൻസെൻറ്റീവ് ഈ സമരത്തിൻ്റെ ഡിമാൻഡേ അല്ല, പകരം ഓണറേറിയമാണ് ഞങ്ങൾ മുമ്പോട്ട് വെച്ചിട്ടുള്ളത്. ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം ഞങ്ങൾ വളരെ നേരത്തെ തന്നെ കേന്ദ്ര ഗവൺമെൻറ് മുമ്പാകെ വെച്ചിട്ടുണ്ട്. ഈ സമരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ പോലും ഞങ്ങൾ JP നദ്ദയ്ക്ക് നിവേദനങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധികൾ ഈ സമരപന്തൽ സന്ദർശിച്ച എല്ലാ വേളയിലും അവരോടും ഇപ്രാവശ്യം ഈ ആവശ്യം നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നും ആശാ വർക്കർമാരുടെ ഭാഗത്തു നിന്നും വളരെ ശക്തമായി അവരുടെ മുമ്പാകെ വെച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് പാർലമെൻറ്റിൽ നടന്ന ചർച്ചയുടെയും ഇടപെടലിൻ്റെയും ഭാഗമായിട്ടാണ് ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കാം എന്നുള്ള ഒരു പ്രഖ്യാപനം പാർലമെൻറ്റിനകത്ത് കേന്ദ്ര ആശമാരുടെ സമര നേതാക്കളുടെ വാർത്താ സമ്മേളനമാണ് പ്രേക്ഷകർ കണ്ടത്.